നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട്. പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. പ്രചരണത്തിൽ പ്ലാസ്റ്റിക്, PVC ഫ്ലക്സ് തുടങ്ങിയവ പൂർണ്ണമായും നിരോധിച്ചു. വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിൽ ബസ് കയറി 4 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് കമ്മീഷൻ. CCTV പ്രവർത്തനരഹിതമായത് എങ്ങനെയെന്ന് പോലീസ് പരിശോധിക്കും. കരിമ്പൻ പാലത്തിന് സമീപം കൊടുംവളവിൽ ഭാരലോറികൾ കുടുങ്ങുന്നത് പതിവ്. നിർമ്മാണ സാമഗ്രികളുമായി ആന്ധ്രയിൽ നിന്ന് വന്ന ലോറി വളവിൽ കുടുങ്ങി ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. UDF-ഉം LDF-ഉം ചങ്ങനാശ്ശേരി നഗരസഭ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി PH നാസറാണ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി NDA സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭയിൽ ആകെയുള്ള 37 സീറ്റുകളിൽ LDF-ൽ CPM 21 സീറ്റുകളിലും CPI 4 സീറ്റുകളിലും കേരള കോൺഗ്രസ് M 9 സീറ്റുകളിലും ജനാധിപത്യ കേരള കോൺഗ്രസ് 3 സീറ്റുകളിലും മത്സരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഈ 3 പ്രഖ്യാപനങ്ങളും കോൺഗ്രസിനാണ് ഇന്നും കിടന്നും നിരങ്ങി ഈ രാജ്യത്ത് ധരിച്ചിട്ട് രാജ്യത്ത് പോയിട്ട് ഒരു സംസ്ഥാനത്തിൽ പോലും നടപ്പാക്കാൻ കഴിയില്ല എന്ന ദുഃഖസത്യം എനിക്ക് നിങ്ങൾക്ക് പറയാം. അതിനുശേഷമാണ് BJP ഗവൺമെന്റ് തുടർച്ചയായി 10 വർഷക്കാലം ഭരിച്ചിട്ടും അവർക്കും ഈ രംഗത്ത് ഒരു സംസ്ഥാനത്ത് പോലും ഇത്തരത്തിൽ അധികാരത്തിൽ നിർമ്മാണം ചെയ്യാൻ കഴിയില്ല. നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷയായിരുന്നു. LDF നേതാക്കളായ അഡ്വക്കേറ്റ് ജോവ് മൈക്കിൾ MLA, KC ജോസഫ്, KD സുഗതൻ, അഡ്വക്കേറ്റ് K മാധവൻ പിള്ള, മാത്യൂസ് ജോർജ്, ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ, K ലക്ഷ്മണൻ, മൻസൂർ പുതുവീട്, നവാസ് ചുടുകാട്, ബെന്നി C ചീരഞ്ചിറ, ബോബൻ കോയിപ്പള്ളി, ബോബൻ T തെക്കൽ, PR ഗോപാലകൃഷ്ണപിള്ള, PR അനിൽകുമാർ, MR ഫസിൽ, പ്രൊഫസർ രാജശേഖരൻ പിള്ള, K രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. നഗരസഭയിൽ മത്സരിക്കുന്ന മുഴുവൻ LDF സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു. DCC സെക്രട്ടറി PH നാസറാണ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കോൺഗ്രസ് 24 സീറ്റുകളിലും കേരള കോൺഗ്രസ് 8 സീറ്റുകളിലും മുസ്ലിം ലീഗ് 1 സീറ്റിലും കേരള ഡെമോക്രാറ്റിക് പാർട്ടി 1 സീറ്റിലും UDF പൊതു സ്വതന്ത്രർ 3 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസിന് നൽകിയ 16-ാം വാർഡിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നതിനാൽ പാർട്ടി ചെയർമാന്റെ പരിഗണനയിലേക്ക് തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ച കോർ കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി സമർപ്പിക്കുന്ന ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. 1-ാം വാർഡ് പ്രിയങ്ക അജി, 2-ാം വാർഡ് ആശാ പ്രസാദ്, 22-ാം വാർഡ് ഗീത ശ്രീകുമാർ, 24-ൽ ആര്യമോൾ SH, 28-ൽ അംബിക വിജയൻ, 29-ൽ ഷെമി ബഷീർ, 33-ൽ ജിനിമോൾ ഷാജി, 34 രേഖ വിനോദ്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി NDA സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രചരണ രംഗത്ത് സജീവമായി. UDF, NDA സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രചാരണം ഊർജിതമാക്കിയിട്ടുണ്ട്. വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി 22 വാർഡുകളാണുള്ളത്. LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി നടന്ന പ്രകടനം CPM ജില്ലാ കമ്മിറ്റി അംഗം KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ കുര്യാക്കോസ് പുന്നവേലി അധ്യക്ഷനായിരുന്നു. ലോക്കൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ ആന്റണി, CPM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ്, AM തമ്പി, PR അനിൽകുമാർ, CPI ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജിത്ത്, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ അലക്സാണ്ടർ, നിജോ ഐസക്, ഫ്രാൻസിസ് പാണ്ടിച്ചേരി, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MS വിവേകാനന്ദൻ, AM രാജപ്പൻ എന്നിവർ പ്രസംഗിച്ചു. 1-ാം വാർഡിൽ ലൈസാമ്മ ആന്റണിയും 2-ാം വാർഡിൽ ഓമനക്കുട്ടൻ കാര്യാടിയും
മൂന്നാം വാർഡിൽ ബിജോ മംഗലത്തും മത്സരിക്കും. 4-ാം വാർഡിൽ റോസ്ലിൻ ജോർജാണ് സ്ഥാനാർത്ഥി. 5-ാം വാർഡിൽ സി സനൽകുമാർ, 6-ാം വാർഡിൽ ഷാജി മുട്ടത്ത് എന്നിവർ മത്സരിക്കും. 7-ാം വാർഡിൽ എസ്.എ. രാജീവ്, 8-ാം വാർഡിൽ ഡയാന ചാക്കോ, 9-ാം വാർഡിൽ ലിൻഡ ജോസഫ് എന്നിവർ ജനവിധി തേടും. 10-ാം വാർഡിൽ ദിവ്യ ജി ബിബിൻ, 11-ാം വാർഡിൽ സാനിത മോൾ NS, 12-ാം വാർഡിൽ ബിന്ദു ജോജി എന്നിവർ മത്സരിക്കും. 13-ാം വാർഡിൽ സണ്ണി മാത്യു ചങ്ങങ്കരിയാണ് സ്ഥാനാർത്ഥി. 14-ാം വാർഡിൽ ലിസി തോമസും 16-ാം വാർഡിൽ ദീപ ട്രീസ ജോസഫും ജനവിധി തേടും. 17-ാം വാർഡിൽ PS ഷാജഹാൻ, 18-ാം വാർഡിൽ അനന്തു അപ്പുക്കുട്ടൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. 19-ാം വാർഡിൽ ജോസഫ് ആന്റണി, 20-ാം വാർഡിൽ സ്മിത മാത്യു, 21-ാം വാർഡിൽ KR ബാബുരാജ്, 22-ാം വാർഡിൽ R പ്രസന്നൻ എന്നിവർ മത്സരിക്കും. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. തിരുമാറാടി മണ്ഡലം UDF കൺവെൻഷൻ ടാഗോർ ഓഡിറ്റോറിയത്തിൽ നടന്നു. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, KPCC സെക്രട്ടറി ആശാ സനിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PC ജോസ്, മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി KG രാധാകൃഷ്ണൻ, UDF ചെയർമാൻ CB ചിറക്കുഴിയിൽ, പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 10 വർഷം തിരുമാറാടി പഞ്ചായത്തിൽ UDF ഭരണം നഷ്ടപ്പെട്ട ഒരു കാലയളവാണ്. തിരുമാറാടി UDFന് വലിയ ശക്തമായ വേരോട്ടവും പിന്തുണയുമുള്ള ഒരു പഞ്ചായത്താണ്. അത് ജില്ലാ പഞ്ചായത്തിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം വലിയ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥികൾക്ക് ഈ പഞ്ചായത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ അത് ആ വോട്ടിംഗ് പാറ്റേണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് പഞ്ചായത്തിൽ മാത്രമായിട്ട് മാറേണ്ട ആവശ്യമില്ല. പഞ്ചായത്തിൽ അത് എടുക്കാനുള്ളത് നമുക്ക് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾ വഴി നമുക്ക് സാധ്യമാകുന്നതാണ്. ഐക്യത്തോടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് വലിയ ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ പുതിയ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും വിജയാശംസ നേരുന്നു. എനിക്ക് സന്തോഷമുള്ള പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ, നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഈ ഒരു ഡിവിഷൻ ജനറലായി തീരുമാനിക്കുന്ന ഈ ഒരു ഡിവിഷൻ അവിചാരിതമായിട്ടാണ് SC സംവരണം ജനറലായി തീരുന്നത്. അപ്പോൾ തന്നെ രാധാകൃഷ്ണൻ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ യോഗ്യരായ ആർക്ക് വേണമെങ്കിലും ഈ ഡിവിഷനിലേക്ക് കടന്നു വരാമായിരുന്നു. പിന്നീടാണ് അത് ജില്ലാ പഞ്ചായത്തിന്റെ നമ്മുടെ ഡിവിഷനിൽ വിജയിക്കുന്ന ആള് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്നുള്ള വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടിയത്. പോരാട്ടമെന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് തിരുമാറാടിയെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് ഐക്യജനാധിപത്യത്തിന്റെ കരങ്ങളിൽ വളരെ സുരക്ഷിതമായിരുന്ന പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 10 വർഷക്കാലമായി ഐക്യജനാധിപത്യത്തിന്റെ കരങ്ങളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യത്തിനെ പിടിച്ചെടുത്തതിന് ശേഷം അത് തിരികെ പിടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂട്ടായ്മയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനത്തിന്റെ വീറും വാശിയും അനുസരിച്ചായിരിക്കും. നമുക്കറിയാം ഈ വർഷത്തെ പൊതുവായ ഒരു രാഷ്ട്രീയ ട്രെൻഡ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയിട്ടുള്ളൂ. കേരളത്തിൽ അതിശക്തമായ ഒരു UDF നായകർ കേരളത്തിലുണ്ടായി. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെയും കേരളത്തിൽ ശ്രീ പിണറായി വിജയന്റെയും ഗവൺമെന്റിന്റെ ഭരണപരമായ ഒട്ടേറെ സ്വാധീനങ്ങളും സാമ്പത്തികമായ കരുത്തുമൊക്കെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് പോയത്. വിജയിക്കാൻ വലിയ നിലയിൽ വിജയിക്കുന്നത്. അതുപോലെ നിലമ്പൂരിൽ ഐക്യജനാധിപത്യ വഴിയിൽ തന്നെ അവസാനം പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ നമുക്ക് വലിയ വിജയം. പാലാ മുനിസിപ്പാലിറ്റിയിൽ 19-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനപ്രകാരമെന്ന് സതീഷ് ചൊള്ളാനി. സീറ്റ് ലഭിക്കാത്തതിനാൽ നിലവിൽ കോൺഗ്രസിന്റെ കൗൺസിലറായ മായ രാഹുലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ മത്സരിക്കുന്നുണ്ട്. തനിക്ക് വിജയം ഉറപ്പാണെന്നും സതീഷ് ചൊള്ളാനി പറഞ്ഞു. പാലാ നഗരസഭ 19-ാം വാർഡിൽ മത്സരിക്കുന്നതിന് നോമിനേഷൻ കൊടുക്കാൻ കാരണം പാർട്ടി എന്നോട് മത്സരിക്കണം എന്നാവശ്യപ്പെട്ടു. 2015-20 കാലഘട്ടത്തിൽ ഞാൻ ഈ വാർഡിൻ്റെ കൗൺസിലറായിരുന്നു. 19-ാം വാർഡിൻ്റെ കൗൺസിലറായിരുന്നു. പക്ഷെ അതിന് ശേഷം 2020 വന്നപ്പോൾ അത് വനിതാ വാർഡായി.
ആ സമയത്താണ് 18-ാം വാർഡ് പുരുഷ വാർഡായിരുന്നു. എന്നോട് പാർട്ടി 18-ാം വാർഡിൽ പോയി മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ആ വാർഡിൽ പോയി മത്സരിച്ചു. മാത്രമല്ല ഒരു CPM-ൻ്റെ കോട്ടയായിരുന്നു. ആ വാർഡ് നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വന്നത്. ഇത്തവണ 19-ാം വാർഡ് പുരുഷ വാർഡായി, ജനറൽ വാർഡായി. 18-ാം വാർഡ് വനിതാ വാർഡ്. അപ്പോൾ വീണ്ടും പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടത് 19-ാം വാർഡിൽ ജനറൽ സീറ്റിൽ മത്സരിക്കുമെന്ന് ആവശ്യപ്പെട്ടു. 19-ാം വാർഡെന്ന് പറയുന്നത് എനിക്ക് നല്ല പരിചയമുള്ള വാർഡാണ്. കാരണം 2010-15 കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യ കൗൺസിലറായിരുന്നു. 15-20 കാലഘട്ടത്തിൽ ഞാൻ കൗൺസിലറായി. 10 വർഷം ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചൊരു വാർഡാണ്. കഴിഞ്ഞ തവണയും നമുക്ക് ജയിക്കാൻ സാധിച്ചു. ഇത്തവണ സംഭവിച്ചത് 19-ഉം 18-ഉം തമ്മിൽ മാറണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ നിലവിലുള്ള 19-ാം വാർഡിൻ്റെ കൗൺസിലർ അത് താല്പര്യം കാണിച്ചില്ല. പലവട്ടം ചർച്ച നടത്തി. ഞങ്ങളുടെ ഉന്നതരായ നേതാക്കന്മാർ 2-3 വട്ടം ചർച്ച നടത്തി. അവരാവശ്യപ്പെട്ടത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറണം. 18-ാം വാർഡിൽ ജയിച്ച് ഞാൻ 19 ജനറൽ സീറ്റിൽ വരണം. 19-ാം വാർഡിൽ മത്സരിച്ച ഈ മായ 18-ാം വാർഡിലെ വനിതാ സീറ്റിലേക്ക് മത്സരിക്കണം. 18-ാം വാർഡെന്ന് പറയുന്നത് നമുക്ക് വിജയം വളരെ ഉറപ്പായ വാർഡാണ്. നോമിനേഷൻ കൊടുത്താൽ നമുക്ക് ജയിക്കാം. നോമിനേഷൻ കൊടുത്താൽ മാത്രം മതി. മാത്രമല്ല 19-ാം വാർഡിലെ 120 വോട്ട് 18-ാം വാർഡിലേക്ക് പോയിട്ടുണ്ട്. നമ്മളൊരു കോട്ടയാണ്. ഈരാറ്റുപേട്ടയിൽ PC ജോർജിന്റെ സഹോദരൻ NDA സ്ഥാനാർത്ഥി. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 29-ാം ഡിവിഷൻ അരുവിത്തുറയിലാണ് PC ജോർജിന്റെ സഹോദരൻ ചാർലി ജേക്കബ് മത്സരിക്കുന്നത്. ഞാൻ ചാർലി ജേക്കബ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 29-ാം ഡിവിഷനിലെ NDAയുടെ കാൻഡിഡേറ്റായി ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. എൻ്റെ ചിഹ്നം താമരയാണ്. ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും NDAയുടെ വിജയത്തിന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യണം എന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ വികസന കാഴ്ചപ്പാടുകളാണ് മനസ്സിലുള്ളത്? എനിക്ക് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളിൽ തന്നെയാണ് ഞാൻ മത്സരരംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ തവണയാണ് ശരി UDF ആണ്. യഥാർത്ഥം പറഞ്ഞ ഒരു അടുക്കും ചിട്ടയില്ലാത്ത രീതിയിലുള്ളൊരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ ഒരു ട്രാഫിക് പോലീസ് പോലും ഈ ലോക്കൽ ബോഡിക്ക് ഇല്ല എന്നുള്ള വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിൽ ബസ് കയറി 4 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. അപകടം യാദൃശ്ചികമല്ലെന്നും സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്നുമാണ് ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിലുണ്ടായ അപകടം സ്കൂൾ സേഫ്റ്റി പ്രോട്ടോകോൾ പാലിക്കാത്തതുകൊണ്ട് ഉണ്ടായതെന്നാണ് ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. ഹെയ്സൽ ബെന്നിൻ്റെ മരണം യാദൃശ്ചികമായി ഉണ്ടായതെന്ന് പറയാനാകില്ല. സ്കൂൾ ബസ് കോമ്പൗണ്ടിനുള്ളിൽ കയറിയാൽ പുറത്തിറങ്ങുന്ന കുട്ടികൾ എല്ലാം ക്ലാസ് റൂമിൽ കയറി അതിനുശേഷം മാത്രമേ ബസ് പുറത്തേക്ക് കൊണ്ടുപോകാവൂ എന്നാണ് നിയമം. ഇത് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗിരിജ്യോതി സ്കൂളിൽ ഇതൊന്നും ഉറപ്പാക്കിയിരുന്നില്ല. വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിൽ ഉണ്ടായ ഈ സംഭവം വളരെ വേദനാജനകമാണ്. ഒരു കുട്ടി നമ്മെ വിട്ടുപോയി. ഒരു കുട്ടി ആക്സിഡൻറ്റിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇതിലിപ്പോൾ ഞാനിന്നിപ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പളോട് സംസാരിച്ചു. അപ്പോൾ കമ്മീഷൻ ഇത് സ്വമേധയാ കേസെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാനും ഒക്കെ പോലീസിനോട് നിർദ്ദേശം കൊടുക്കുന്നുമുണ്ട്. ഇതിൽ ഒരു സ്കൂൾ സേഫ്റ്റി പ്രോട്ടോക്കോള് നിലവിലുണ്ട്. ബന്ധപ്പെട്ട വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പ്രോട്ടോക്കോള് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്കൂളിലും സ്ട്രിക്റ്റ്ലി നടപ്പാക്കേണ്ട ഒരു പ്രോട്ടോക്കോളാണ്. യാത്രാ സംബന്ധമായ കാര്യങ്ങളും സ്കൂൾ ബസ് സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിശദീകരിച്ച ഒരു പ്രോട്ടോക്കോളുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതൊരു യാദൃശ്ചികമായ സംഭവം ആയിട്ട് കാണാൻ പറ്റില്ല. ആ പ്രോട്ടോക്കോളിൽ വന്ന വീഴ്ചയാണ്. കുട്ടികൾ പ്രത്യേകിച്ച് പ്രീ സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടികൾ ക്ലാസ് റൂമിൽ കയറുന്നവരെ കുട്ടികൾ ഇറങ്ങിയ ബസ് മൂവ് ചെയ്യാൻ പാടില്ല. ഇവിടെ പറഞ്ഞത് പുറകിലെ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് ഫ്രണ്ടിലെ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ഒരു കുട്ടി ഓടി ബ്ലൈൻഡ് സ്പോട്ടിൽ ചെന്ന് പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ കുട്ടികളാണ്. അവർ പൂമ്പാറ്റയെ കണ്ടാലോ ഒരു ടീച്ചറെ കണ്ടാലോ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കുട്ടികൾ ക്ലാസ് റൂമിൽ കയറി ഉറപ്പുവരുത്താതെ ഒരു സ്കൂൾ ബസ്സും മുന്നോട്ടെടുക്കാൻ പാടില്ലാത്തതാണ്.
CCTV പ്രവർത്തനരഹിതമായത് എങ്ങനെയെന്ന് പോലീസ് പരിശോധിക്കും. ബാലാവകാശ കമ്മീഷൻ മെമ്പർ KK ഷാജുവിൻ്റെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിലും അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന 3 വയസ്സുകാരി ഇനയെയും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ കമ്മീഷൻ വ്യക്തമാക്കി. ദൃശ്യ ന്യൂസ്, ഇടുക്കി. കരിമ്പൻ പാലത്തിന് സമീപം കൊടും വളവിൽ ഭാരലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. പന്നിയാർകുട്ടിയിൽ ടവർ നിർമ്മിക്കാനുള്ള സാധനങ്ങളുമായി ഇന്ന് രാവിലെ ആന്ധ്രയിൽ നിന്നും വന്ന വലിയ ലോറിയാണ് വളവിൽ കുടുങ്ങിയത്. കുത്തിറക്കവും കൊടും വളവുമുള്ള ഇവിടെ പരിചയക്കുറവുള്ള ഡ്രൈവർമാരാണ് അപകടത്തിലാവുന്നത്. സംഭവത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള കുട്ടികളുമായി മുരിക്കാശ്ശേരിക്ക് വന്ന സ്കൂൾ ബസ് ഉൾപ്പെടെ ബ്ലോക്കിൽപ്പെട്ടു. റോഡ് വീതി കൂട്ടി വളവ് നിവർത്തി വാഹനങ്ങൾ വളവിൽ കുടുങ്ങുന്നത് തടയണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എരുമേലി കാനനപാതയിലൂടെ കാൽനടയായി ശബരിമല ദർശനം നടത്തുന്ന കുഞ്ഞു മാളികപ്പുറങ്ങളുടെയും മണികണ്ഠന്മാരുടെയും എണ്ണം വർദ്ധിച്ചു. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 167 കുട്ടികളാണ് വനംവകുപ്പ് കോയിക്കൽക്കാവ് ചെക്ക് പോസ്റ്റ് വഴി കാനനപാതയിലൂടെ കാൽനടയാത്രയായി ശബരിമലയ്ക്ക് പോയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. കാനനപാത വഴി ഇതുവരെ 455 തീർത്ഥാടകരാണ് നടന്നു പോയത്. കോയിക്കൽക്കാവ് വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ തീർത്ഥാടകർക്ക് മധുരം നൽകിയാണ് അയക്കുന്നത്. സംഗീതം പഠിക്കാതെ തന്നെ നാടൻ പാട്ടുകൾ ഉൾപ്പെടെ നിരവധി പാട്ടുകൾ പാടി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അന്ന റോസ് അനീഷ്. ഈ കൊച്ചുമിടുക്കി കടുത്തുരുത്തി ഗവൺമെന്റ് VHS സ്കൂളിലും കടുത്തുരുത്തിക്കും അഭിമാനമായി മാറുകയാണ്. കടുത്തുരുത്തി മങ്ങാട് ദേവീക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അനീഷ് ഷൈനി ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ കുട്ടിയാണ് അന്ന. മോള് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിക്കണം ആഗ്രഹമുണ്ട്, പഠിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പുന്നപ്പറമഞ്ഞ സാറിൻ്റെ ചാനലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മോളുടെ ഒരു അംബീഷൻ? എന്നാ അംബീഷൻ നല്ല രീതിക്ക് പാട്ട് പാടി വലിയ നിലയങ്ങളെ എത്തണം, നല്ല നില എത്തണം എന്നുള്ള ആഗ്രഹം. എന്ത ചാച്ചായന്റെ പൊന്ന ചാച്ചായന്റെ നെല്ലൊന്നു കുത്തിത്താ പെത്തിത്താ ഏതക താതിക ദിത്തിനും തകത. സംഗീത പഠനത്തിനായി സ്പോൺസർമാർ ആരെങ്കിലും എത്തിയാൽ അന്ന റോസ് എന്ന ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അതൊരു സ്വപ്ന സാക്ഷാത്കാരമാകും. സംഗീതവും പഠനവും ഒരേപോലെ കൊണ്ടുപോകുന്ന തന്റെ കലാപരമായ കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നതിനോടൊപ്പം പുന്നപ്ര മനോജിന്റെ FB പേജിൽ ഒരു നാടൻ പാട്ട് പാടുകയായിരുന്നു. ഇത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ആരാരും മോഹിക്കും നിന്താടൊരുത്തനെ നാലാളറിയാലെ തന്നീടാനായി. പുള്ളിമാനിഴി വള്ളി പെണ്ണിനെ കണ്ട നിരത്ത് കള്ളക്കണ്ണൊള്ളി കാട്ടി വിലവൻ വള്ളി നിരയ്ക്ക്. പുള്ളിമാനിഴി വള്ളി പെണ്ണിനെ കണ്ട നിരത്ത് കള്ളക്കണ്ണൊള്ളി കാട്ടി വിലവൻ വള്ളി നിരയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.